Good morning. Good morning. Good morning. Good morning, miss. Good morning, miss. Good morning, miss. Good morning. Good How are morning, you? Good morning. I am fine. I am Thank fine. you. How are you, miss? I am fine. How are you, miss? Fine. How are you, miss? Fine. How are you? I am fine. How are you, miss? I am fine. Take your Hindi textbook. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെസൺ ആയിരുന്നു പറഞ്ഞത്? തേർഡ് ലെസൺ അല്ലേ? നവ്യാക്ക ഗൃഹകാര്യ അല്ലേ? അതാണോ പറഞ്ഞത്? അതിലെ വർക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ ലെസണിലെ വർക്കുകളൊക്കെ മിസ് പറഞ്ഞോ? പറഞ്ഞു. കംപ്ലീറ്റ് ആയോ? എത്ര വരെ മിസ് പറഞ്ഞിട്ടുണ്ട്? മിസ് വർക്കൊന്നും തന്നിട്ടില്ല. ഇല്ല. ലെസൺ കഴിഞ്ഞില്ലേ? വേർഡ് മീനിങ്, ഡിറ്റേഷൻ വേർഡ് ഒക്കെ എഴുതാൻ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നോ? വേർഡ് മീനിങ്, ശബ്ദാർത്ഥ എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? അതിലെ വേർഡ് മീനിങ് അതുപോലെ ഡിറ്റേഷൻ വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. മിസ് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് എഴുതാതിരിക്കരുത്. ലെസൺ കഴിഞ്ഞു. അതുപോലെ വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൗഖിക പ്രശ്നം. ക്വസ്റ്റ്യൻ പറയട്ടെ മിസ്? മിസ്സേ, ഞാൻ വേർഡ് മീനിങ് എഴുതിയവര് ഓക്കെ. എഴുതിയാ പോരാ മിസ്സിനെ എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചാ പോരാ, മിസ്സിനെ എഴുതി അയച്ചു തരണം. അയച്ചു തരുന്നവരും ഓക്കെ. അയച്ചു തരാത്തവരെ ഞാൻ മിസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ആൻസർ പറഞ്ഞില്ല. അത് പറഞ്ഞുതരാം. അതില് ഓറൽ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞോ? പറഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസറും പറഞ്ഞു. ഈ പറയേണ്ടത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതെയാ? അതില് അഞ്ചാമത്തെ 5 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചില്ലേ? പറഞ്ഞായിരുന്നു. കിട്ടാത്തവരുണ്ടോ ഇനി? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി തെറ്റാതെ ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കുമല്ലോ. പറഞ്ഞോളൂ. ഈ ക്വസ്റ്റ്യൻ ആൻസറോ? ഓക്കെ. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാട്ടോ. അവിടെ ഇരുന്ന് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും എഴുതണേ. എനിക്ക് അഞ്ചാമത്തെ കിട്ടിയില്ല. നിനക്ക് അഞ്ചാമത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെന്താ കിട്ടാതെ പോയത്? കേട്ടില്ല? ലാസ്റ്റ് പറയുമ്പോ കേട്ടില്ല? കേട്ടിരുന്നോ? ബെനീറ്റ വീഡിയോ ഓൺ ചെയ്തേ. ആരും വീഡിയോ ഓഫ് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ക്ലാസ് കയറി കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്ത് ഇരിക്കണ്ട. വീഡിയോ ഓൺ ചെയ്തിരിക്കുക. അതുപോലെ ബെനീറ്റ ഒരു വർക്ക് ഹോംവർക്ക് ഒന്നും എഴുതി മിസ്സിന് അയച്ചു തരുന്നതാണെന്നല്ലോ. ഇതുവരെയുള്ള 3 ലെസണിന്റെ കംപ്ലീറ്റ് ആയിരിക്കണം എല്ലാവരുടെയും ടെക്സ്റ്റും നോട്ടും അതുപോലെ കോപ്പി റൈറ്റിംഗും. ഞാൻ പ്രസന്റ് അയച്ചിട്ട് സെൻഡ് ആവുന്നില്ല. എന്ത് പറ്റി? നോക്കി നോക്കട്ടാ. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ നോക്ക്. പിന്നെ ഇതുവരെയുള്ള നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവർക്ക് ഒരു ചാൻസ് കൂടി. നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ 1 മണിക്ക് ഒരു ക്ലാസ് കൂടി ഇല്ലേ? അപ്പൊ ആ സമയമാകുമ്പോഴേക്കും ഇതുവരെയുള്ള ലെസണിന്റെ എല്ലാ വർക്കുകളും, നോട്ടിൽ എഴുതാൻ പറഞ്ഞ വർക്കുകൾ നോട്ടിൽ ഉണ്ടാവണം, ടെക്സ്റ്റിൽ എഴുതാൻ പറഞ്ഞ വർക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണം. അതേപോലെ ഓരോ ക്ലാസ്സിന്റെയും ഓരോ പേജ് കോപ്പി റൈറ്റിംഗും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇതൊക്കെ എടുത്തിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. മിസ് ചോദിക്കും ഓരോരുത്തരോടും.
നോട്ട്ബുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയും. വീഡിയോ ഓൺ ചെയ്യണം, ഓരോ പേജും എനിക്ക് മറിച്ച് കാണിച്ചു തരേണ്ടി വരും. ഓക്കെ, എഴുതാത്തവരെ ഞാൻ അപ്പൊ തന്നെ ക്ലാസ്സിന് പുറത്തേക്ക് പോയിക്കോ പറയും. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും മാറി ഇരിക്കേണ്ടി വരും, ക്ലാസ് കയറേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? കാരണം കുറെ ദിവസങ്ങളായി നിങ്ങൾക്ക് വർക്കുകൾ തന്നിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. അതില് ബുധനാഴ്ച ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾക്ക് സൺഡേ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, സൺഡേ വരെ നിങ്ങൾക്ക് സമയം ഞാൻ തരുന്നുണ്ട്. 4 ദിവസം നിങ്ങൾക്ക് വർക്ക് എഴുതാൻ സമയം തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആരും ഹോംവർക്കുകൾ എഴുതുന്നോ അയക്കുന്നോ ഒന്നുമില്ല. അങ്ങനെ മടി കാണിച്ചൂടല്ലോ. ഓൺലൈൻ ക്ലാസ് പിന്നെ എന്തിനാ നിങ്ങൾക്ക്? അപ്പൊ പിന്നെ ക്ലാസ്സിന്റെ ആവശ്യമില്ലല്ലോ, വർക്കുകളൊന്നും എഴുതുന്നില്ലെങ്കിലേ. അപ്പൊ എല്ലാവരും ഇതുവരെയുള്ള വർക്കുകള് ഇപ്പൊ പറയുന്നത് അടക്കം നിങ്ങൾ എഴുതി അയച്ചിരിക്കണം. ഒന്നും പെൻഡിങ് വെക്കണ്ട. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോ 1 മണി വരെ. ഒന്നും ഭക്ഷണം പോലും കഴിക്കണ്ട. ओके नेक्स्ट है उचित शब्द लिखकर वाक्य पूरे करो. कंप्लीट द सेंटेंसेस विथ करेक्ट वर्ड्स. ഇന്ന് 1 മണിക്ക് മുന്നേ എഴുതി അയക്കണം. മിസ്സേ എഴുതി അയച്ചെന്നവര് ഇനി ആദ്യം തൊട്ട് ഒന്നും കൂടി അയച്ചു തരണം. അയച്ചു തരുന്നവരല്ലല്ലോ ഞാൻ പറഞ്ഞത്, അയക്കാത്തവരോടല്ലേ പറഞ്ഞത്. അയച്ചവര് വീണ്ടും വീണ്ടും പിന്നെ എഴുതാൻ പറയോ മിസ്? അയച്ചവര് പ്രശ്നമില്ല, അയക്കാത്തവര് കുറെ പേരുണ്ട്. അല്ല, ഇനി ആദ്യം തൊട്ട് ഒന്നും കൂടി അയച്ചു തരണമെന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, അത് നോട്ട് കയ്യിൽ വെച്ചേക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, എനിക്ക് കാണിച്ചു തരേണ്ടി വരും. കേട്ടല്ലോ? അപ്പൊ നോക്ക്, fill in the blanks എടുത്തേ. fill in the blanks. എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചു നോക്കിയേ. परिवार की आर्थिक स्थिति देश नहीं थी. അവിടെ ആൻസർ ഉണ്ടല്ലേ? ബ്രാക്കറ്റിൽ 2 ആൻസർ ഉണ്ട്. അതിൽ നമ്മുടെ ആൻസർ ഏതായിരുന്നു? अच्छी അല്ലേ? परिवार की आर्थिक स्थिति अच्छी नहीं थी. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലോ അത്. നെക്സ്റ്റ് सेकंड क्वेश्चन, उन्होंने पृथ्वी और अग्नि नाम की डैश का निर्माण किया. उन्होंने पृथ्वी और अग्नि नाम की डैश का निर्माण किया. शस्त्रों मिसाइलों. ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ ഏതാ? മിസൈലോ. വായിച്ചു പറ, നമ്പർ ഒന്നും ഇട്ടേരണ്ട. രണ്ടാമത്തെ എന്റെ ആൻസർ മിസൈലോ. തുറന്ന് പറയണം. ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചതിന്റെ ആൻസർ കൃത്യമായി പറഞ്ഞിരിക്കണം. മിസൈലോ. नेक्स्ट थर्ड क्वेश्चन, बालक कलाम शाम को डैश बेचने का काम करते थे. समाचार पत्र, पुस्तकें. എന്താണ് ആൻസർ? സമാചാർ പത്ര, പുസ്തകം. ഏതാണ് ആൻസർ? ബാലക് കലാം, അതായത് കുട്ടിയായിരുന്ന സമയത്ത് അബ്ദുൽ കലാം വൈകുന്നേര സമയങ്ങളിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? എന്ത് വിൽക്കുമായിരുന്നു? സമാചാർ പത്ര. സമാചാർ പത്ര, ന്യൂസ് പേപ്പേഴ്സ്. അതൊക്കെ മാർക്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സിന് മുന്നേ അതൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കുക. फोर्थ क्वेश्चन, खाना खाकर नव्या कॉपी कलम लेकर डैश बैठ गई, बैठ गया. गई नव्യ എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോ ബൈറ്റ് ഗയി, ബൈറ്റ് ഗയി. ബൈറ്റ് ഗയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നവ്യ സ്ത്രീലിംഗ ശബ്ദമാണ്. അതായത് നമ്മുടെ ഓരോ വാക്കുകളും പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ട്. സ്ത്രീ ജാതിയിൽ പെടുന്നവ സ്ത്രീലിംഗവും പുരുഷ ജാതിയിൽ പെടുന്നവ പുല്ലിംഗ ശബ്ദവുമാണ്. നവ്യ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമുക്ക് ഗയി തന്നെ വേണം അല്ലെ? ബൈറ്റ് ഗയി. എന്താണ് മൂന്നാമത്തത്? സമാചാർ പത്ര, ന്യൂസ് പേപ്പർ.
കംപ്ലീറ്റ് ആയോ? അടുത്ത പറയട്ടെ. മിലാൻ കർ വാക്യ പൂരേ കരോ. മാച്ച് ദി കോളംസ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ്. മാച്ച് ദി ഫോളോവിംഗ് സെന്റൻസ് നോക്കുക. ഫസ്റ്റ് എന്താണ്? ഉൻകെ പിതാ നാവിക്. നാവിക് അത് മാച്ച് ചെയ്ത് और മാതാ ഗൃഹിണി थी. ഉൻകെ പിതാ നാവിക് और മാതാ ഗൃഹിണി थी. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ സന? സന എന്താണ് കൈ തമ്പ് കാണിക്കുന്നത്? മിസ് പറഞ്ഞതോ? ആ പേജ് നമ്പർ 17. പേജ് നമ്പർ 17 ആണ് പറഞ്ഞത്. ഇനി പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിക്കുക. അതുവരെ ഉള്ളത് ആദ്യം വീണ്ടും നിങ്ങള് ലിങ്കിൽ കാണുക ക്ലാസ്സിൽ കേട്ടോ. അതുവരെ പറഞ്ഞത്. നമ്പർ 17 മിലാൻ കർ വാക്യ പൂരേ കരോ. ഫോർത്ത് ക്വസ്റ്റ്യൻ മാച്ച് ദി കോളംസ്. എന്താണ്? 2 ഉം 3 പറഞ്ഞുതരോ? ക്വസ്റ്റ്യൻ ആൻസറോ? അന്തേ ഏത്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. രണ്ടാമത്തത് മിസൈലോ. തേർഡ് സമാചാർ പത്ര. എന്താ പറയുമ്പോ കേൾക്കാതെ? മിസ് പറയുമ്പോ തന്നെ മാർക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ? നിങ്ങൾ വേറെ എന്താ ബിസിനസ് അവിടുന്ന് ചെയ്യുന്നേ? നിങ്ങൾ നിങ്ങളുടേതായ ബിസിനസ് അവിടുന്ന് ചെയ്യൂ അല്ലെ? വീണ്ടും 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 അത് കേട്ടില്ല ഇത് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് മദ്രാസെ എയറോസ്പേസ് इंजीनियर की शिक्षा ग्रहण की. ലാസ്റ്റത്തെ വേർഡ് സെന്റൻസിനോട് മാച്ച് ചെയ്യുക. मद्रासे एरोस्पेस इंजीनियरिंग की शिक्षा ग्रहण की. थर्ड उन्होंने भौतिक विज्ञान डैश. उन्होंने भौतिक विज्ञान में स्नातक किया. നാലാമത്തത് ഫോർത്ത് സിദ്ധാന്ത കൃഷ്ണൻ എന്താ? സിദ്ധാന്ത എന്താണ്? സിദ്ധാന്ത എന്താണ് കൈ കാണിക്കുന്നത്? കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യ്. ഇപ്പൊ കേൾക്കുന്നില്ല. നിന്റെ നെറ്റിന്റെ പ്രശ്നമാണ് മോനെ. उन्होंने भौतिक विज्ञान में स्नातक किया. मार्क ചെയ്തോ? 4 वे एक देश. वे एक फर्स्ट लोकप्रिय राष्ट्रपति थे. लोकप्रिय राष्ट्रपति थे. फिफ्थ 27 जुलाई 2015 को डैश उनका निधन हो गया. सेकंड ഷഹ്മാവി മാച്ച് ചെയ്യുന്നുണ്ടോ? അഞ്ചെണ്ണം മാച്ച് ചെയ്തോ? പറയുമ്പോ ക്ലിയർ ഉണ്ടായിട്ടാ. ഇപ്പൊ അഞ്ചെണ്ണം ഒന്നും മാച്ച് ചെയ്തില്ലേ? ഒരു കാര്യം ചെയ്യാം, മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയച്ചിരോ, നോക്കി ഒന്ന് മാച്ച് ചെയ്യണേ. ഇപ്പോഴോ? Can you hear me? Yes, കേൾക്കാം. Okay. Yes, miss.
Yes, miss. ഓക്കെ ഓക്കെ, അപ്പൊ അവരുടെ പ്രശ്നമാണ്, മിസ്സിന്റെ അല്ല. മിസ്സേ ഇപ്പം ക്ലിയർ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ആവണി വയ്യാറി ലേറ്റ്. ഏ മഴയായതുകൊണ്ട് റേഡിയില്ല. ഓക്കെ, പേജ് നമ്പർ 17 ആണ്, ലാസ്റ്റ് ആണ് പറയുന്നത്. അതുവരെ ഉള്ളത് മിസ് ഗ്രൂപ്പിൽ ഇടുമ്പോ നോക്കി എഴുതി അയക്കണം നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ. पेज नंबर 17 लास्ट भाषा की बात। किसी व्यक्ति, वस्तु या स्थान के नाम को संज्ञा कहा जाता है। संज्ञा और नाउन। किसी व्यक्ति, वस्तु या स्थान के नाम को संज्ञा कहा जाता है. ഏതെങ്കിലും ജോയിലെ നേരിരുന്നേ, കൈ നേരെ വെച്ചേ, ഒന്ന് എത്തിപ്പിടിക്കുന്നു വേണ്ട, നേരെ അവിടെ ഇരുന്നാ മതി. ഏതെങ്കിലും വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേര് ചേർക്കുന്നുണ്ടെങ്കിൽ അവയാണ് സംജ്ഞ, നൗണ്. ആ ശബ്ദത്തിനെയാണ് നമ്മൾ നൗണ്, സംജ്ഞ എന്ന് പറയാ. ഏതെങ്കിലും വ്യക്തികളുടെയോ വസ്തുവിന്റെയോ സ്ഥലങ്ങളുടെയോ ശബ്ദം, പേര്, ഇതാണ് പൊതുവായിട്ട് നമ്മൾ നൗണ് എന്ന് പറയുന്നത്. जैसे नव्या ने स्कूल से आकर माम को बताया कि उसे अब्दुल कलाम के बारे में लिखना है. इन वाक्यों में रंगीन छपे शब्द संज्ञा शब्द है. അതായത് മിസ് വായിച്ച സെന്റൻസിലെ കളറിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? നവ്യ, സ്കൂൾ, മാം, അബ്ദുൽ കലാം, ഇവയാണ് സംജ്ഞാ ശബ്ദ്, നൗൺ എന്ന് പറയുന്നത്. മിസ് കൊടുത്തിരിക്കുന്ന വായിച്ചിരിക്കുന്ന സെന്റൻസിലെ കളേഴ്സിൽ നല്ല റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളാണ് സംജ്ഞാ ശബ്ദം. വ്യക്തികളുടെ പേരാവാം, വസ്തുക്കളുടെ പേരാവാം, സ്ഥലങ്ങളുടെ പേരാവാം. അപ്പൊ അതേപോലെ പാഠ് സേ ढूंढ कर उसी तरह के कुछ अन्य संज्ञा शब्द लिखो. പാഠഭാഗത്തിൽ നിന്നോ നമുക്ക് ഇഷ്ടമുള്ള മറ്റുള്ള സംജ്ഞാ ശബ്ദങ്ങള് അവിടെ എടുത്ത് ചേർക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള അബ്ദുൽ കലാമിന്റെ പാഠഭാഗത്ത് നിന്ന് അത് മിസ് അയച്ചു തരാം. മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചു തരുമ്പോ നിങ്ങളൊന്ന് നോക്കി എഴുതിയെടുക്കണം. ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് രസോയി ഘർ. സിദ്ധാന്തേ അൺമ്യൂട്ട് ചെയ്, പ്ലീസ് അൺമ്യൂട്ട്. നീ പറയുന്നത് എന്താന്ന് മിസ്സിന് കേൾക്കുന്നില്ല. എന്താണ് സിദ്ധാന്തിന്റെ പ്രശ്നം? കേൾക്കുന്നില്ല. അത് നിന്റെ പ്രശ്നാണ്, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. നീ അവിടെ ശ്രദ്ധിച്ചിരിക്കേ. ഫസ്റ്റ് വേർഡ് രസോയി ഘർ അവിടെ കൊടുത്തിട്ടുണ്ട്. മിസ് അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച കുറച്ച് വാക്കുകളാണ് സ്കൂൾ, മാം, നവ്യ, അബ്ദുൽ കലാം, സമാചാർ പത്ര, നാവിക്, ഗൃഹിണി. ഇനി കുറെ സംജ്ഞാ ശബ്ദങ്ങൾ പാഠഭാഗത്തിലുണ്ട്. അപ്പൊ മിസ് അത് അവിടെ എഴുതിയിട്ട് മിസ് അയച്ചു തരും, നിങ്ങൾ അത് നോക്കി എഴുതിയെടുക്കുക. പേജ് നമ്പർ 17 വരെ മനസ്സിലായോ? പേജ് നമ്പർ 17 വരെ ക്ലിയർ ആയോ? അപ്പൊ പേജ് നമ്പർ 18 കൂടി പറയാണ്. ഇത്ര വരെ നിങ്ങളുടെ നോട്ടും ടെക്സ്റ്റും കോപ്പി റൈറ്റിംഗും കംപ്ലീറ്റ് ആയിരിക്കണം അടുത്ത ക്ലാസ്സിന് മുന്നേ. എല്ലാവരും ടെക്സ്റ്റും നോട്ടും എടുത്തിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. ഞാൻ ഓരോരുത്തരോടും ഓരോ പേജും മറിച്ച് കാണിച്ചു തരാൻ പറയും. എല്ലാവരും കാണട്ടെ നിങ്ങളുടെ വർക്കുകള്. ഞാൻ കോപ്പി എഴുതിയതല്ല ഓക്കെ. എഴുതിയത് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ പോരെ, മിസ്സിന് അയച്ചു തരണം. പിന്നെ എഴുതിയവര് ഓക്കെ, എഴുതിയത് എന്ത് ചെയ്യണം? എല്ലാം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എനിക്ക് കാണിച്ചു തരണം. അവിടെ ഇരുന്നിട്ട് വീഡിയോ ഓൺ ചെയ്യാ, ഓരോ പേജും കാണിച്ചു തരാം. എഴുതിയവരല്ല, എഴുതാത്തവരുടെ കാര്യ പറഞ്ഞത്. കോപ്പി മാത്രമല്ല, നോട്ട്, ടെക്സ്റ്റ് എല്ലാം വർക്ക് എഴുതണം. ഇതുവരെ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കണം. नेक्स्ट सेकंड है शब्द के जिस रूप से वस्तु या व्यक्ति के एक या अनेक होने का पता चलता है उसे वजन कहते हैं. നമ്മള് ഒന്ന് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ഏകവചനം എന്ന് പറയും. അതുപോലെ ഒന്നിൽ കൂടുതൽ പറയുന്നതിനാണ് നമ്മൾ ബഹുവചനം എന്ന് പറഞ്ഞത്. शब्द के जिस रूप से वस्तु या व्यक्ति के एक होने का पता चलता है उसे एक वजन कहता है.
ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തികളോ ഒന്ന് മാത്രമാണെങ്കിൽ അവയെ ഷഹ്മ പ്ലീസ് ലിസൺ അതിനെ നമ്മള് ഏകവചൻ എന്ന് പറയും സിംഗുലർ. എക്സാമ്പിൾ മച്ചലി, കിതാബ്, आंख, सड़क आदि. शब्द के जिस रूप से वस्तु या व्यक्ति के एक से अधिक होने का पता चलता है उसे बहुवचन कहते हैं. അതായത് വ്യക്തികളോ വസ്തുക്കളോ എന്തെങ്കിലും ഇത് ഒന്നിൽ കൂടുതലാണെങ്കിൽ അവയെ നമ്മൾ ബഹുവചനം പ്ലൂരൽ എന്ന് പറയുന്നു. മച്ചലിയ, കിതാബേ, ആംഖേ, സടക്കേ ഇവയാണ് അതിന്റെ ബഹുവചനങ്ങൾ. ഏകവചനം എന്ന് പറഞ്ഞ ഷഹ്മ വി പ്ലീസ് ലിസൺ. നീ ആരോടെ സംസാരിക്കുന്ന ഇവിടുന്ന്? മിസ് ഇവിടുന്ന് കാര്യമായി പറഞ്ഞിരുമ്പോ നീ അവിടുന്ന് സംസാരിച്ചാല് ശരിയാവില്ല. ഏഞ്ചൽ റോസ് പ്ലീസ് വീഡിയോ ഓൺ ചെയ്തേ. മിസ്സേ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളേ. കാണുന്നില്ല. ഓക്കെ, അപ്പോ ഒന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ അവ ഏകവചനവും ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് ബഹുവചനവുമാണ്. അപ്പൊ ഇവിടെ നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഏകവചനം തന്നിട്ടുണ്ട്, അതിന്റെ ബഹുവചനം എഴുതണം. കംര, ഇതിന്റെ ബഹുവചനം എന്താണ്? കംരേ. എന്താണ് ഒന്ന് പറഞ്ഞേ അലൻ പി സാംസൺ. അവിടുന്ന് പറയണേ, മിസ് പറഞ്ഞു തരുമ്പോ നിങ്ങൾ അവിടുന്ന് പറയണം. കംരേ. നെക്സ്റ്റ് ലഡ്കി എന്നുണ്ട്, അതിന്റെ ബഹുവചനം എന്താണ്? ലഡ്കിയാം. എന്താണ്? ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും. ലഡ്കിയാം. തേർഡ് കോപ്പി, കോപ്പിയാം. കോപ്പി, കോപ്പിയാം. ഫോർത്ത് കലം, കലമേ. ബ്രാക്കറ്റിലുണ്ട്, അതവിടെ മാറ്റി എഴുതിയാ മതി. മിസൈൽ, മിസൈലേ. നെക്സ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ അത് സൈഡിൽ നിന്ന് മാറ്റി എഴുതേ വേണ്ട കേട്ടോ ബഹുവചനം. തേർഡ് അംഗ്രേസി മേം അർത്ഥ ലിഖോ, റൈറ്റ് മീനിങ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേക്ക് വേർഡ് മീനിങ് എഴുതി വെക്കണം. ഉതാവലി, എക്സൈറ്റഡ്. ഗൃഹിണി എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? വേർഡ് മീനിങ് എഴുതുമ്പോ പഠിച്ചിട്ടുണ്ടാവും നിങ്ങള്. ഗൃഹിണി ഹൗസ് വൈഫ് അല്ലേ? ഹൗസ് വൈഫ്. നാവിക സെയിലർ, SAILOR. നാവിക്, SAILOR. അവിടെ എഴുതുന്നുണ്ടോ? എന്താണ് ജോയൽ എന്താ പറഞ്ഞേ? സെക്കൻഡ് വൺ ഗൃഹിണി, ഹൗസ് വൈഫ്, HOUSEWIFE. അത് പറഞ്ഞുതരാം. ഗൃഹിണി, ഹൗസ് വൈഫ്, HOUSE. അജിസലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ ഉമ്മ? ആ മടിയ വേഗം എഴുത, മിസ് പറഞ്ഞുതരും. HOUSEWIFE, ഹൗസ് വൈഫ്. എഴുതിയോ അജിസലേ? ഗൃഹിണി എഴുതിയോ? ഗൃഹിണി, ഹൗസ് വൈഫ്, HOUSEWIFE. മൂന്നാമത്തെ അറിയോ? മൂന്നാമത്തെ നെക്സ്റ്റ് നാവിക സെയിലർ, SAILOR. ഇത് മിസ് പറഞ്ഞു തരണ്ടല്ല, നിങ്ങളെ വേർഡ് മീനിങ് പഠിച്ചിട്ട് നിങ്ങൾ കാണാതെ ഇവിടുന്ന് എഴുതേ വേണ്ട. എന്താ ബെനീറ്റ? പ്ലീസ് അൺമ്യൂട്ട്. സെയിലർ, SAILOR. നാവിക സെയിലർ, അത് നിങ്ങൾ എഴുതേണ്ടതാണ്, നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ഉമ്മീദ്വാർ, ക്ലാസ് കട്ടാവാറായി. കാൻഡിഡേറ്റ്, സ്പെല്ലിംഗ്
DIDATE. മിസ് ഒന്നും കൂടെ പറയോ? ഒന്നുകൂടി പറയും. CANDIDATE. അലൻ മാത്യു എന്താ പറയുന്നേ? മിസ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട്. പിന്നെ അതിന്റെ അതെയോ? മുകളിലത്തെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്പർ പറഞ്ഞപ്പോ കട്ടായി പോയി. ഓക്കെ. അപ്പൊ മിസ് അത് ഗ്രൂപ്പിലും അതുപോലെ ഇതും ഇടുമ്പോ നിങ്ങൾ ഒന്നും കൂടി അത് കണ്ടാ മതി. ഓക്കെ. ഉമ്മീദ്വാർ കാൻഡിഡേറ്റ് CANDIDATE. ഓക്കെ. ഗൃഹകാര്യ ഹോംവർക്ക് HOME. എക്സലിന് സ്പീഡിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടടാ. HOMEWORK ഹോംവർക്ക്. മൂന്നാമത്തെയോ? മിസ് 2, 3 ഇപ്പൊ ഒരു 10 പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് കേട്ടില്ലേ നിങ്ങള്? ബെനീറ്റ എന്താണ്? മിസ് ഇത് ഗ്രൂപ്പിലിട്ട് തരുമോ? ഗ്രൂപ്പിലിട്ട് തരും. നിങ്ങൾ മടിയന്മാരാന്നല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ചെഴുതില്ലല്ലോ. അപ്പൊ മിസ് എന്തായാലും